അത് ആക്ച്വലി അമ്മ പഠിപ്പിച്ചൊരിതാണ്. കാരണം എപ്പോഴും സ്കൂളിൽ പോകുമ്പോഴും എല്ലാവരും ആ ഒരു കാര്യം പറയും. സ്കൂളിലും കോളേജിലൊക്കെ എല്ലാ ദിവസവും രാവിലെ കുളിച്ചിട്ട്, പ്രത്യേകിച്ചും പരീക്ഷയുള്ള ദിവസങ്ങളിൽ പോയി സ്വാമീനെ മണിയടിക്കാൻ പോയതാണോ എന്നൊക്കെ ഈശ്വരന് മണിയടിക്കാൻ പോയതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ എന്നാലും രാവിലെ എഴുന്നേറ്റ് ഒന്ന് നാമം ജപിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് ആ കുറിയൊക്കെ തരുമ്പോൾ അറിയില്ല, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് തോന്നാറുള്ളത്. അതുകൊണ്ട് മിക്കപ്പോഴും അതുണ്ടാവാറുണ്ട്. ഒരു ബന്ധമില്ല. ഇത് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പറയണത് സുതിവാത്മികത്തിൻ്റെ സമയത്ത് ലളിതാമ്മയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. നീ അങ്ങോട്ട് തിരിഞ്ഞ് ഒന്ന് ചിരിച്ചേന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് അനുശ്രീയുടെ ചായയും ഭർത്താനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു. കൂടുതലും എനിക്ക് പറഞ്ഞു ഓൺ സ്ക്രീൻ അല്ല ഓഫ് സ്ക്രീനിൽ ഞാൻ ഈ സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴാണ്. അനു വരെ ഞങ്ങൾ രണ്ടുപേരും പറയാറുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനുവിൻ്റെ അടുത്തും കുറേ പേര് എൻ്റെ പോലെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൊണ്ടൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ സിസ്റ്റേഴ്സ് ആണോന്നൊക്കെയുള്ള കമൻറ്റ് ഉണ്ടായിരുന്നു. സന്തോഷം. സത്യം പറയുകയാണെങ്കിൽ ആ പ്രപ്പോസിങ് സീൻ എങ്ങനെ ചെയ്യുന്ന ഓർത്ത് തല പുകഞ്ഞ ഒരാളാണ് ഞാൻ കണ്ണാടിയിൽ മുമ്പിൽ നിന്ന് വിൽ യു മാരി മീ എന്നൊക്കെ ചോദിച്ചൊക്കെ നോക്കിയിട്ടാണ് ഭയങ്കര ചമ്മൽ തോന്നി. പക്ഷേ ഇതെങ്ങനെയാണ്, കാരണം എല്ലാ പടത്തിലും നമ്മൾ കണ്ടേക്കുന്നത് ഹീറോയിൻ്റെ പുറകെ പോയി എന്നെ കല്യാണം കഴിക്കുക ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത്. നേരെ തിരിച്ചല്ലേ. അപ്പം ഞാനിത് എങ്ങനെ ചെയ്യുന്ന രഞ്ജിത്ത് സാറിനോട് ചോദിച്ചു. സാർ ഇത് ഭയങ്കര ഇതെങ്ങനെ സാർ ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെ മുഖത്ത് നോക്കി ചോദിക്കുക എന്നൊക്കെ ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു മുഖത്ത് നോക്കി ചോദിക്കണ്ട. അപ്പം ഞാൻ മുഖത്ത് നോക്കി ചോദിക്കണ്ടേ? അപ്പോഴാണ് പറഞ്ഞത് അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂ, ആ വയലിലേക്ക് നോക്കി ചോദിക്കൂ എന്ന് പറഞ്ഞു. പിന്നെയാണ് മനസ്സിലായത്. അപ്പം അങ്ങോട്ട് തിരിഞ്ഞെന്ന് ചോദിച്ചു, എല്ലാം കഴിഞ്ഞു. പിന്നെ സീൻ ഡബ് ചെയ്തപ്പോഴും ചെയ്തു പോന്നു. പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ ഇപ്പോഴും റീൽസിലും ഇതിലൊക്കെ ടപ്പ് സ്മാഷിലൊക്കെ ഓരോരുത്തർ വന്ന് ഈ ഒരു സീൻ എടുത്തിട്ട് ചെയ്തു എന്ന് ഈ സീനിനെ കുറിച്ച് പറയുമ്പോഴാണ് ഓക്കെ നന്നായി മുഖത്ത് നോക്കി ചോദിക്കാഞ്ഞത് എന്ന് തോന്നിപ്പോയി. ഹായ്, അതെങ്ങനെ 5 ഹൈഫൈ ആണോ ഉദ്ദേശിച്ചത്? എനിക്കറിയില്ല. ഇതിനും എന്താന്നുള്ളത് ഡയറക്ടേഴ്സിനോട് ചോദിക്കണം. എനിക്കെപ്പോഴും അത് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഈ ഒരു കാര്യം തന്നെ ഈ ഒരു കമൻറ്റ് ഞാൻ വായിച്ചിട്ട് ആക്ച്വലി ഞാൻ മുരളിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നതും എല്ലാം ഫാമിലി ആയിട്ടാണ്. ഈ ഒരു വാക്ക് അണ്ടർ റേറ്റഡ് എന്നുള്ള സാധനം ഞാൻ കേട്ടും മടുത്തു മുരളി എന്ന് പറഞ്ഞു. കാരണം എനിക്കറിയില്ല. അപ്പോഴാണ് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പറയുന്നത് ഇത് എന്താ റീസൺ എന്നുള്ളത് എനിക്കറിയില്ല. മേ ബി ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്ടേഴ്സിനോട് തന്നെ ചോദിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു എനിക്ക്. സോ ഐ ഹാവ് നോ ഐഡിയ. അറിയുകയാണെങ്കിൽ എന്നോടും കൂടെ ഒന്ന് പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് അതെന്ന്. ആണോ, ആദ്യമായിട്ടാണ് ഒരാൾ പറയുന്നത്. കാരണം എപ്പോഴും എനിക്ക് ആരെങ്കിലും പാട്ട് പാടുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമാണ്.